സർവീസ് ബേസ്ഡ് ആയിട്ടാണല്ലോ നിങ്ങൾ ഇത്രയും ഒരു ഗ്രോ ചെയ്തത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയയിലേക്ക് എത്തി. സർവീസ് ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കമ്പനിക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, സർവീസ് നല്ലോണം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ കൗണ്ട് കൂടുതൽ വേണ്ടി വരും, പക്ഷെ അതിന് പ്രപ്പോർഷണൽ ആയിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് റൺ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് നല്ലത്? മോർ റിസ്ക് മോർ റിട്ടേൺ ആണ്. പ്രൊഡക്റ്റ് ബേസിസ് മോർ റിസ്ക് ആണ്, അതിൻ്റെ അകത്ത് റിട്ടേണും സക്സസ് ആയാൽ കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ അതിലേക്ക് പോയതിന്റെ ഒരു റീസൺ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടല്ല, ഇതൊരു ഹുക്കാണ്. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒരെണ്ണം ഒരു ക്ലയന്റ് വിൻ ചെയ്താൽ ഞങ്ങൾക്ക് സർവീസ് കിട്ടും, സർവീസ് വിൻ ചെയ്താൽ ഇത് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഞങ്ങളൊരു സർവീസ് പ്രൊഡക്റ്റ് എന്നല്ല, പക്ഷെ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിലുള്ള ഫോക്കസ് പ്രൊഡക്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു കമ്പനി ആയിക്കോട്ടെ അതിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു ടഫാണ്. രണ്ട് വള്ളത്തിൽ നമ്മൾ ചവിട്ടുന്നത് പോലെ ഒരു ഫീല് നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. പ്രോഫിറ്റബിലിറ്റി ആണ് പ്രോബ്ലം വരാറുള്ളത്. നമുക്ക് കാശ് ഉണ്ടെങ്കിൽ ഇതിനെ മാറ്റി നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എടുക്കാത്തത് എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ട് ബേണിങ് എപ്പോഴും കുറച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സസും നമ്മുടെ കേപ്പബിലിറ്റിയും നമ്മുടെ പുതിയ ടെക്നോളജീസ് വരുന്നു, ഇപ്പോൾ AI വരുന്നു. ഈ AI വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സിലേക്ക് ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കമ്പനികൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് ആ കേപ്പബിലിറ്റി ഉള്ള കമ്പനിയിലേക്ക് ആ സർവീസ് അവർ ഉപയോഗിക്കാൻ പോകും.